ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വില കൂടുതലുള്ള ലോഡർ ഫ്രൈസ് നമ്മൾ കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസുകൾ എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് ബട്ടറുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് കട്ടകളൊക്കെ ഉടത്തിയതിന് ശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് 2 ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് സോസാണിത്. അപ്പോൾ അത് റെഡിയായി വെച്ചിട്ടുണ്ട്. മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് മയോണൈസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു, ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വൈറ്റ് സോസാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് സോസും കൂടി എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.